മോർണിംഗ്. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളെ ഏത്തക്കായുടെ തോട് ഉപയോഗിച്ചിട്ടുള്ള ഒരു തോരനാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഏത്തക്കായുടെ തോട് ഇങ്ങനെ നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ ഒരു 5 എണ്ണം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കുറേ അരിഞ്ഞു വെച്ചു. ഏതാണ്ട് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുത്താൽ മതി. അരിഞ്ഞ് കഞ്ഞിവെള്ളത്തിലിടുക. കഞ്ഞിവെള്ളത്തിലിടുമ്പോൾ നമുക്ക് അതിൻ്റെ കറ എല്ലാം പോയി കിട്ടും. ഇനി ഞാൻ അരിഞ്ഞിട്ട് വരാം. നമ്മൾ എല്ലാം കഴുകാനായിട്ട് നമ്മൾ കഞ്ഞിവെള്ളത്തിനകത്ത് അരിഞ്ഞ് ഇട്ടിട്ടുണ്ട്. ഈ ഒരു വലുപ്പത്തിന് നമ്മളെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ചെറുപയർ ഞാൻ ഇന്നലെ കുതിർത്ത് ഇന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട്. അതും കൂടെ ചേർത്തിട്ടാണ് നമ്മളിന്ന് തോരൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഉണ്ടാക്കുന്നത് ആദ്യമായിട്ട് ഒരു പാത്രം അടുപ്പിൽ വെച്ച് ഇതിലെത്തിക്കുക. നമുക്ക് ആദ്യം തോടൊന്ന് വേവിച്ചെടുക്കാം. അതിന് നമ്മൾ പയറിൻ്റെ വെള്ളമുണ്ട്, പയറിൻ്റെ വെള്ളം കളയുണ്ട്. അത് ഇതിനകത്തോട്ട് ഒഴിക്കുക. അതിൽ തന്നെ നമ്മൾ വേവിച്ചെടുക്കാം. കയയുടെ തോടിന് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ടിട്ട് നമ്മൾ ഉപ്പിട്ടിട്ട് വേവിച്ചെടുക്കാം. ഇതിന് നമുക്ക് ചേർക്കാനുള്ള കൂട്ട് ഒരു അരമുറി തേങ്ങ, ഒരു 5 വലിയ അല്ലിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വലിയ അല്ലിയുണ്ട്, ചെറിയ അല്ലിയുണ്ട്. അങ്ങനെ മൊത്തം 5 വെളുത്തുള്ളി, ഒരു 1/2 ടീസ്പൂണായിട്ട് നല്ല ജീരകം, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി. ഇത്രയാണ് ഞാൻ തോരന് ആവശ്യമായിട്ട് എടുത്തിരിക്കുന്നത്. അതിനെ ഞാനൊന്ന് ചതച്ചിട്ട് വരാം. നമ്മൾ ഒഴിച്ച പയറിൻ്റെ വെള്ളത്തിൽ തന്നെ അത് വെന്ത് തോടെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ അതേ പാത്രത്തിൽ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായി വരുന്നുണ്ട്. അതിലേക്ക് നമ്മൾ കടുക് ഇട്ടു. പച്ചമുളക്, കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് കടുക് പൊട്ടി വരുമ്പോൾ നമ്മുടെ കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് നന്നായിട്ട് വറ്റിച്ചെടുക്കുക. ഇപ്പോൾ തേങ്ങയുടെ വെള്ളമൊക്കെ വെട്ടിയിട്ടുണ്ട്. തേങ്ങയൊക്കെ ചെറുതായിട്ട് അരപ്പെല്ലാം ഒന്ന് മൂട്ടിട്ടുണ്ട്. സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പയറിട്ട് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ വേവിച്ച് വെച്ചിരിക്കുന്ന കായ ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ട് ഇളക്കുക.
നന്നായിട്ട് ഇളക്കിയതിന് ശേഷം 1 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. അത് മസാലയെല്ലാം തോടിലും ഒക്കെ പിടിക്കാനായിട്ട് ഒരു മണിക്കൂർ നമ്മൾ 1 മിനിറ്റ് നമ്മൾ അടച്ചു വെച്ച് വേവിക്കും. അങ്ങനെ നമ്മൾ 1 മിനിറ്റിന് ശേഷം നമ്മൾ തുറന്ന് നോക്കി നന്നായിട്ടെല്ലാം പിടിച്ച് നല്ല രീതിയിൽ ഉണ്ട്. ഇപ്പോൾ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സാധനം മുകളിലേക്ക് അങ്ങനെ നമ്മുടെ ഏത്തക്കായുടെ തോട് ഉപയോഗിച്ച് നമ്മൾ ചെയ്ത തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങൾ പറയുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം.